പശ്ചിമേഷ്യയിലെ യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഞെട്ടിച്ചുകൊണ്ട് നിർണായകമായിട്ടുള്ള നയതന്ത്ര മാറ്റങ്ങൾ. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം 65ഓളം രാജ്യങ്ങൾ ഇറാനോട് അനുഭാവപൂർണമായ നിലപാടിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകൾ ട്രംപ് ഭരണകൂടത്തിന് വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ വൻ നാശനഷ്ടങ്ങളും ജീവഹാനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇറാനിലെ ഖാരാജ് നഗരത്തിലുള്ള B1 പാലത്തിന് നേരെയാണ് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത്. ടെഹ്റാനെയും കരാജിനെയും ബന്ധിപ്പിക്കുന്ന നിർമ്മാണത്തിലിരുന്ന ഈ പാലം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 136 മീറ്റർ ഉയരമുള്ള ഈ പാലം ആക്രമണത്തിൽ തകർന്നു വീണു. മേഖലയിൽ വലിയ തോതിൽ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഈ ആക്രമണത്തിൽ 8 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 95 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നിരവധി നഴ്സുമാരും കൊല്ലപ്പെട്ടു എന്നത് യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. ഇറാനെ ബോംബിട്ട് ശിലായുഗത്തിലേക്ക് അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ അധിനിവേശ ശ്രമങ്ങൾ അമേരിക്കൻ സൈനിക തലപ്പത്തും വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയതായി ചുമതലയേറ്റ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് നിലവിലെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനോട് ഉടനടി സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ട്രംപിന്റെയും ഹെക്സറ്റിന്റെയും യുദ്ധ നയങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന പുതിയൊരു സൈനിക മേധാവിയെ കൊണ്ടുവരാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നീക്കം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ കടന്നുകയറ്റങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഈ അധിനിവേശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഇറാന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നയതന്ത്ര പരിഹാരങ്ങൾ അകന്നു പോകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ മെഡിക്കൽ എമർജൻസി സംവിധാനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ കുവൈറ്റിൽ വിവിധ കാരണങ്ങളാൽ മരണപ്പെട്ട 20 ഇന്ത്യക്കാരുടെ ഭൗതിക ശരീരങ്ങൾ കേരളത്തിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചതും ഈ സംഘർഷ മേഖലയിലെ പ്രവാസികളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്ന ഈ സൈനിക നടപടികൾ അമേരിക്കയെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് സാധ്യതയെന്നാണ് നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.